ഡയലയിലെ 2026 വേൾഡ് കപ്പിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് നടന്ന ബ്രസീൽ ഹെയ്ത്തി മത്സരത്തെ പറ്റിയുള്ള അനാലിസിസ് ആണ്. അപ്പോൾ ബ്രസീൽ ഹെയ്ത്തി 3-0 ജയിച്ചു. കൂഞ്ഞ 2 ഗോൾ അടിച്ചു, വിനീഷ്യസ് 1 ഗോളും. ഹാഫ് ടൈമിന് മുമ്പാണ് വന്നത്. അപ്പോൾ എങ്ങനെ അനാലിസിസ് ചെയ്യുന്നു ആ മാച്ച്? അതായത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയമാണ്. ബ്രസീൽ അർഹിച്ച വിജയമാണ്. അതായത് നന്നായി തന്നെ കളിച്ചു. ഹൈത്തിയുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നല്ലാതെ ആലിസന്റെ കുറച്ച് നല്ല സേവ് ഒക്കെ വന്നൊരു മത്സരം കൂടിയായിരുന്നു. പക്ഷേ ഓവറോൾ ബ്രസീൽ നന്നായി കളിച്ചൊരു കളിയായിരുന്നു. പക്ഷെ അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മത്സരം അത് ഹൈത്തിക്കെതിരെ നന്നായി കളിച്ചു എന്ന് വെച്ചിട്ട് ബ്രസീലിന് മൊത്തത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം ഹൈത്തി കമ്പാരിറ്റീവ്ലി ഒരു ലോവർ ടീമാണ്. റാങ്ക് ഒക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ടീമിന്റെ സെറ്റപ്പ് ആണെങ്കിലും എല്ലാം കൊണ്ട് ഒരു ചെറിയ ടീമാണ്, ഒരു കുഞ്ഞു ടീമാണ്. അപ്പൊ ആ ഒരു ടീമിനെതിരെ ബ്രസീൽ 3-0 ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ബ്രസീൽ തിരിച്ചു വന്നു, കപ്പടിക്കും എന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന, അവരുടെ ഫാൻസിന് ആവേശം നൽകുന്ന, ബ്രസീൽ ടീമിന് ഒരു ആശ്വാസം നൽകുന്ന ഒരു വിജയമായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കൂനിയുടെ 2 ഗോളും വിനീഷ്യസിന്റെ ഗോളും. അപ്പോൾ വിനീഷ്യസിന്റെ കാര്യം നമുക്ക് പറയാം. പക്ഷെ എന്നിരുന്നാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാർലോ ആൻസലോട്ടി പറഞ്ഞത്, ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിച്ചു, സെക്കൻഡ് ഹാഫിൽ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഓവറോൾ മൊത്തത്തിൽ നല്ലൊരു ഗെയിം ആയിരുന്നു എന്നാണ് ആൻസലോട്ടി പറയുന്നത്. പക്ഷേ ഒരു ന്യൂട്രൽ ഫാൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് കാണാന്ന് പറഞ്ഞിരുന്നവർക്ക് കുറച്ച് ബോറടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് 3 ഗോൾ പറഞ്ഞതും ഫസ്റ്റ് ഹാഫിലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന് ശ്രമിക്കാമായിരുന്നു, ശ്രമങ്ങൾ ഉണ്ടായി, പക്ഷെ ഒന്നും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെ. റഫീനി ആദ്യം അടിച്ചൊരു ഗോൾ ഓഫ് സൈഡ് ആയിട്ടുണ്ടായിരുന്നു. എൻട്രിക്കിന്റെ ഒരെണ്ണം ഓഫ് സൈഡ് ആയി. ഇപ്പൊ എൻട്രിക്കൊക്കെ സബ് ചെയ്തതിനു ശേഷം എൻട്രിക്കിന്റെ വേൾഡ് കപ്പ് ഡെബ്യൂ ആണ്. അതേപോലെ റഫീനിയുടെ കാര്യം പറയുമ്പോൾ റഫീനി ഒന്നും അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല. കാർലോ ഫസ്റ്റ് ഒരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈഗോർ തിയാഗോ ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത്, അതേ മാറ്റി കൂഞ്ഞിനെ ഇറക്കി. അതെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലെ ലൈനപ്പ് പലരുടെയും നെറ്റി ചൊളിച്ച ഒരു സംഭവം തന്നെയാണ്. ഈഗോർ തിയാഗോനെ ഇറക്കിയത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഈഗോർ തിയാഗോ പ്രീമിയർ ലീഗിൽ സെക്കൻഡ് ടോപ്പ് സ്കോററാണ് കഴിഞ്ഞ സീസണിൽ. എർലിംഗ് ഹാലൻഡ് 27 ഗോൾ അടിച്ചപ്പോൾ ഈഗോർ തിയാഗോ 22 ഗോളാണ് ബ്രെൻഫോർഡിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു നല്ല സീസൺ ആയിരുന്നു ഈഗോർ തിയാഗോനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ മത്സരം ഈഗോർ തിയാഗോ അത്ര നല്ല, അതായത് ബ്രസീലിന് വേണ്ടി ഇറങ്ങി ലോകകപ്പിലെ ആദ്യ മത്സരം മൊറോക്കോയ്ക്കെതിരെ അത്ര നല്ല മത്സരം ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫാൻസ് ആയാലും കാണുന്നവർക്കായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടീം സെറ്റപ്പ് കാർലോ ആൻസലോട്ടി ഇറക്കി എന്നുള്ള രീതിയിൽ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസിലേക്ക് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫബിഞ്ഞോനെ ഇറക്കുന്നു, ഡാനിലോനെ ഇറക്കുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ട. അപ്പോൾ ഓബിയസ്ലി ഒരു റൊട്ടേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. അതേപോലെ ഈഗോർ തിയാഗോനെ മാറ്റി ആ പൊസിഷനിലേക്ക് സെന്റർ ഫോർവേഡ് ആയിട്ട് മത്തായസ് കൂനിയനെ ഇറക്കുകയായിരുന്നു. അതിൻ്റെതായ ഗുണം ആ മത്സരത്തിൽ കാണാനായി. മത്തായസ് കൂനിയ ഹൈത്തിയുടെ ഡിഫൻസിന് ബാക്ക് ടു ബാക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ടോപ്പ് ഫോമിലുള്ള വിനീഷ്യസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലിലെ ഇപ്പോഴത്തെ ഏറ്റവും ഫോമിലുള്ള ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തന്നെ നമുക്ക് വിനീഷ്യസ് ജൂനിയറിനെ പറയാം. ഈ ടൂർണമെന്റ്, വേൾഡ് കപ്പ് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുന്നേ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞ കാര്യം എന്തായിരുന്നു വെച്ചാൽ, എനിക്കൊരു ടൂർണമെന്റത്തെ ഒരു ബെസ്റ്റ് പ്ലെയർ ഒന്നും ആവണ്ട, എനിക്ക് ടീം പ്ലെയർ ആയാൽ മതി, ടീം ജയിച്ചാൽ മതി, അതിനുവേണ്ടി എന്തും ചെയ്യുന്നതാണ് വിനീഷ്യസ് പറഞ്ഞത്. അതെ, പക്ഷെ അതിനൊപ്പം തന്നെ എന്താ വെച്ചാൽ വിനീഷ്യസ് ബെസ്റ്റ് പ്ലെയർ ആവണ്ട, അങ്ങനെ ആവണമെന്നില്ല എന്ന് പറഞ്ഞാലും വിനീഷ്യസ് ആണ് അവരുടെ ബെസ്റ്റ് പ്ലെയർ. ഇപ്പോൾ വിനീഷ്യസ് ആണ് കോൺസ്റ്റന്റ്ലി പ്രോബ്ലംസ്. കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും ഇന്നത്തെ മത്സരത്തിലാണെങ്കിലും ബാക്ക് ടു ബാക്ക് അവർക്ക് പ്രശ്നങ്ങൾ, തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിനീഷ്യസ് ആണ്. 3 ഗോൾ അടിച്ചതിലും വിനിയുടെ ഇൻവോൾവ്മെന്റ്. അതെ, 3ലും വിനിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഒരു അസിസ്റ്റ് ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്. മറ്റേത് വിനീഷ്യസ് ഉണ്ടാക്കിയ ഒരു കെയോസിലാണ് ആദ്യ ഗോള് പറഞ്ഞത്, കൂനിയുടെ ആദ്യത്തെ ഗോൾ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വിനീഷ്യസ് ആണ് അവരുടെ MVP. ഇപ്പോൾ ബ്രസീലിന് ഏറ്റവും വലിയൊരു അസറ്റ് ഈ സീസണിൽ വിനീഷ്യസ് ആണ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ വിനീഷ്യസിന്റെ കാര്യം പറയുമ്പോൾ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുമ്പോഴും അവരുടെ ഫാൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും നെയ്മർ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. കഴിഞ്ഞ ദിവസം ഫുൾ ബോൾ ട്രെയിനിങ്ങിന് ഇറങ്ങിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നെയ്മറിന്റെ ഒരു ഭാവി ബ്രസീലിലെ? നെയ്മറിന്റെ കാര്യം ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതേസമയം ചെറുതായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ IPL ധോണിനെ കൊണ്ട് പറഞ്ഞ പോലെയാണ് വേൾഡ് കപ്പിലെ നെയ്മറിന്റെ ഒരു അവസ്ഥ. ധോണി ഇന്നിറങ്ങും നെറ്റ്സിൽ 200 റൺ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മത്സരാവസാനം IPL കഴിഞ്ഞവരെ ധോണി ഇറങ്ങിയില്ല. ധോണിനെ കാണുമെന്ന് പറഞ്ഞ ഫാൻസ് മുടക്കിയ കാശും എല്ലാം വെറുതെ പോയി. CSK കുറെ PR വർക്ക് ചെയ്തു, IPL മൊത്തത്തിൽ ഒരു PR വർക്ക് ചെയ്തു എന്നല്ലാതെ ധോണി മത്സരത്തിന് ഇറങ്ങിയില്ല. അതേപോലെ തന്നെ നെയ്മർ ടീമിൽ സെലക്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വൻ ആരവും ആവേശമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ കൃത്യം വേൾഡ് കപ്പിന് കുറച്ച് മുന്നേ ട്രെയിനിങ്ങിൽ പരിക്ക് പറ്റുകയും ആദ്യ മത്സരം മൊറോക്കോയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്.
പക്ഷേ ആദ്യ മത്സരം കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് മത്സരങ്ങളിലെങ്കിലും നെയ്മാർ വരുന്നാണ് പറഞ്ഞത്. അത് പ്രതീക്ഷ പോലെ തന്നെ ആദ്യ മത്സരത്തിന് ശേഷമുള്ള ടീം ട്രെയിനിങ്ങിൽ ഫുൾ ട്രെയിനിങ്ങിൽ നെയ്മാർ പങ്കെടുക്കുകയും ചെയ്തു. ഫുൾ ട്രെയിനിങ് എടുത്താലും ഫിസിയോസ് പറഞ്ഞത് എന്താ വെച്ചാൽ നെയ്മാർ കംപ്ലീറ്റ്ലി ബാക്ക് അല്ല, തിരിച്ചു വന്നിട്ടില്ല, അതെ റിക്കവർ ആയിട്ടില്ല, ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. നെയ്മറിനെ ഫർദർ റെസ്റ്റ് ചെയ്യിച്ചിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് മാച്ചസിൽ ഇറക്കാം. ഈ ഗെയിം കഴിഞ്ഞിട്ട് ആൻസലോട്ടി പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്മർ സ്കോട്ട്ലൻഡായിട്ട് അവൈലബിൾ ആയിരിക്കുമെന്ന്. അപ്പോൾ നാളെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് എടുക്കും, അത് കഴിഞ്ഞിട്ട് സൺഡേക്ക് ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ട് സ്കോട്ട്ലൻഡിനെതിരെയുള്ള സ്ക്വാഡിലേക്ക് അവൈലബിൾ ആയിരിക്കുമെന്ന് ആൻസലോട്ടി പറയുന്നുണ്ട്. ടീമിനൊപ്പം കളിക്കുമ്പോൾ ഈ സൺഡേ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി ആയാലേ ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതായത് നെയ്മർ ഇറങ്ങാതിരിക്കാനോ അല്ലെങ്കിൽ നെയ്മർ എന്തായാലും ഇറങ്ങും എന്ന് തന്നെയാണ് ആൻസലോട്ടിയുടെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഭയങ്കര ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ബ്രസീലിന് വേണ്ടി ലാസ്റ്റ് കുറെ മത്സരത്തിൽ കളിച്ചിട്ടില്ല. അതെ അതെ അതെ. അപ്പൊ സാന്റോസിലാണെങ്കിലും ഇപ്പോഴത്തെ കറന്റ് ക്ലബായ സാന്റോസിൽ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നെയ്മറിന് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം താണ്ടി മികച്ച റിക്കവറിയോടെ തിരിച്ചു വന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ബാക്കിയുള്ള മത്സരങ്ങളിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ആരാധകരാണെങ്കിലും ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും മൊത്തത്തിൽ എല്ലാവരും എന്താ പറയുക ഒരു എക്സ്പെക്ടേഷനോടെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന നെയ്മർ എപ്പോഴാണ് തിരിച്ചു വരിക, ആ ഒരു മാജിക്കിനെ എപ്പോഴാണ് ഗ്രൗണ്ടിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ആവേശത്തോടെയാണ്. നെയ്മർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ ആ ബ്രസീൽ ടീമിന് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഓളവും ഫാൻസിന് ഉണ്ടാക്കുന്ന ഓളവും അത് തന്നെ ചിലപ്പോൾ അവർക്കൊരു പിന്നിലേക്ക്. അതെ അതെ അതെ. ആ മെന്റാലിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളെപ്പോഴും നമ്മുടെ പല ഡിസ്കഷനിലും നമ്മൾ പറയുന്ന കാര്യം. അതായത് മറ്റ് ഫുട്ബോൾ മത്സരങ്ങളെ പോലെയല്ല വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ടീമാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ നമ്മളെ ഞെട്ടിച്ചൊന്ന് വരും. അതിന് പല കാരണങ്ങളുണ്ട്. ആ ഒരു മെന്റാലിറ്റിയാണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പം നെയ്മർ വരുമ്പോൾ ബ്രസീൽ ടീമിന്റെ മൊറാല് തന്നെ മൊത്തത്തിൽ ബൂസ്റ്റ് ആവും, ഫാൻസിന്റെ ഒരു മൊറാല് ബൂസ്റ്റ് ആവും. അങ്ങനെ മൊത്തത്തിലൊരു ബൂസ്റ്റ് ആയിരിക്കും നെയ്മർ ഇറങ്ങുമ്പോൾ ഉണ്ടാവും. നെയ്മർ തിരിച്ചു വന്നാൽ തീർച്ചയായും ബ്രസീൽ ടീമിന് ഉപകരിക്കുകയുള്ളൂ. പക്ഷേ വീണ്ടും ഇഞ്ചുറി ആവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുക അല്ലെങ്കിൽ ആശിക്കുക മാത്രമേ നമ്മളെ കൊണ്ടിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ മത്സരത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഓൾ ടൈം ടോപ്പ് സ്കോറർ ഫിഫ വേൾഡ് കപ്പിൽ ജർമ്മനി ആയിരുന്നു 239 ഗോളോടെ. ഇപ്പോൾ ബ്രസീൽ അതിനെ മറികടന്ന് 241 ഗോൾ അടിച്ച് ഫിഫ വേൾഡ് കപ്പിൽ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആയിട്ട് മാറി. ഈ ജർമ്മനി കഴിഞ്ഞ ദിവസം 7-1 കുറസാവായിട്ട് ജയിച്ചതുകൊണ്ടാണ് അവര് കഴിഞ്ഞ ഒരു മാച്ചിലായിരുന്നു അവർക്ക് ഫസ്റ്റ് വന്നത്. ബ്രസീൽ ഒരു 3 ഗോൾ അടിച്ചപ്പോഴേക്കും ജർമ്മനിനെ ഓവർടേക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റേസും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ബ്രസീൽ ഹെയ്ത്തി മത്സരത്തിൽ ബ്രസീൽ ജയിച്ചതോടുകൂടി ബ്രസീലിന് 4 പോയിന്റ്, മൊറോക്കോയ്ക്ക് 4 പോയിന്റ്, സ്കോട്ട്ലൻഡ് 3 പോയിന്റ്. ഹെയ്ത്തി എന്തായാലും 2 കളി തോറ്റുകൊണ്ട് അവർ എലിമിനേറ്റ് ആയി. അപ്പൊ ഇനി ബ്രസീലിന്റെ അടുത്ത മത്സരം വന്നത് സ്കോട്ട്ലൻഡ് ആയിട്ടാണ്. സ്കോട്ട്ലൻഡ് ഹെയ്ത്തി ആയിട്ട് ആണ് ജയിച്ചത്, പക്ഷെ മൊറോക്കോ ആയിട്ട് തോൽക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ് അടുത്ത മത്സരത്തിൽ എന്തായിരിക്കും കാർലോവിന്റെ ഈ സ്ക്വാഡ് റൊട്ടേഷൻ ഉണ്ടാവുമോ? സ്ക്വാഡ് റൊട്ടേഷൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഈ ലീഗ് മത്സരങ്ങൾ പോലെയല്ല. ഒരു ടീം സെറ്റപ്പ് വർക്ക് ആവുന്നു എന്ന് കണ്ടാൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് മാച്ച് വരുമ്പോൾ അതേ ടീം വെച്ച് ഇറങ്ങുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ഇനി വീണ്ടും ഒരു സ്ക്വാഡ് റൊട്ടേഷൻ ചെയ്ത് അത് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ജയിച്ചേ പറ്റും. കാരണം ഇപ്പൊ അവർ 3-ാം സ്ഥാനത്താണ്. അതെ, ഇപ്പോൾ സ്കോട്ട്ലൻഡ് ജയിച്ചാൽ അവർക്ക് 6 പോയിന്റോടെ. മൊറോക്കോന്റെ റിസൾട്ട് എന്താവും അറിയില്ല, പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം മൊറോക്കോ ഹൈത്തിക്കെതിരെ ജയിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അങ്ങനെയാകുമ്പോൾ മൊറോക്കോയ്ക്ക് 7 പോയിന്റ് കിട്ടും. സ്കോട്ട്ലൻഡ് ജയിച്ചാൽ 6 പോയിന്റ് കിട്ടും. അപ്പോൾ അവർ രണ്ടാളും ഈ ഗ്രൂപ്പിൽ നിന്ന് കൺഫേം ആയിട്ട് ക്വാളിഫൈ. പിന്നെ ബ്രസീൽ 3-ാം സ്ഥാനത്താണ് വരിക. അതിന്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഒക്കെ വേറെയാണ്. പക്ഷെ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും സ്കോട്ട്ലൻഡിനും ബ്രസീലിനും ജയിക്കേണ്ട മത്സരമാണ് അടുത്ത മത്സരം. അപ്പോൾ ഉറപ്പായിട്ടും ടൈറ്റ് ആയിരിക്കും. ആ ഒരു മെന്റാലിറ്റിയോടെ ആയിരിക്കും സ്കോട്ട്ലൻഡ് പറഞ്ഞു. അപ്പോൾ സ്കോട്ട്ലൻഡും അത്ര ചെറിയ ടീമാണെങ്കിൽ പോലും നല്ല പ്ലേയേഴ്സ് ഉള്ള വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ്. ഇപ്പോൾ ജോൺ മെഗിൻ ആവട്ടെ, സ്കോട്ട് മെക്ടോമിനി ആവട്ടെ, ആൻഡ്രൂ റോബർട്ട്സൺ ആവട്ടെ, ഇവരെല്ലാവരും വേൾഡ് ക്ലാസ് പ്രൂവൻ പ്ലേയേഴ്സ് ആണ് ഇവരെല്ലാവരും. അപ്പോൾ അവർ ആ ഒരു മെന്റാലിറ്റിയോടെ തന്നെ അവരുടെ ആദ്യ വേൾഡ് കപ്പ് എന്നുള്ള ഒരു സാധനം വരുമ്പോൾ അവരെങ്ങനെങ്കിലും ഗ്രൂപ്പ് താണ്ടി നോക്കൗട്ട് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആവുക എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെ ആയിരിക്കും അവരും ഇറങ്ങുക. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മൊറോക്കോയോട് അത്ര ടഫ് ആവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷേ മൊറോക്കോയ്ക്കെതിരെയുള്ള മത്സരം ആദ്യ മത്സരമായിരുന്നു എന്നുള്ളൊരു ലീവേ നമുക്ക് ബാക്കിയുള്ള മത്സരം ജയിച്ചാൽ മതിയാവും എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സ്കോട്ട്ലൻഡിനെതിരെ ഇറങ്ങുമ്പോൾ അതല്ല. സ്കോട്ട്ലൻഡിനെതിരെ ജയിച്ചേ പറ്റും. സ്കോട്ട്ലൻഡിനാണെങ്കിലും ജയിച്ചേ പറ്റും. ഇപ്പോൾ ഗ്രൂപ്പിൽ ടോപ്പിൽ നിൽക്കുന്ന ബ്രസീലാണ്, സെക്കൻഡ് മൊറോക്കോ ആണ്. കാരണം ഈ ഗോൾ ഡിഫറൻസിന്റെ ഒരു സാധനം വരുന്നുണ്ട്. തേർഡ് സ്കോട്ട്ലൻഡ്. അപ്പോൾ എന്തായാലും ആ ഒരു മത്സരം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ടഫ് ആയിരിക്കും. ന്യൂട്രൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ത്രില്ലർ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.